ഗൈസ്, വായന വേദനിപ്പിക്കാതെ ഇല വെട്ടി തോളിൽ വെച്ച് കൊണ്ടുപോകുന്നത് കണ്ടാൽ തന്നെ അറിയാം നിങ്ങൾക്ക്. നിങ്ങൾ വിചാരിച്ചു തന്നെ. അതന്നെ കത്തുപാട്ട്. അപ്പൊ ഞങ്ങൾക്കും ഉണ്ടായിരുന്നൊരാഗ്രഹം കത്തുപാട്ട് നടത്താൻ. ആഗ്രഹം കൊണ്ട് ഞങ്ങൾ പോയത് എങ്ങട്ടാന്നറിയോ? ഒതായി പുഴയിലേക്കാട്ടെ ഞങ്ങൾ പോയത്. അങ്ങനെ ഞങ്ങൾ വാഴയിലയും പൊക്കി പിടിച്ച് വരിക്ക് പോയി. ഞങ്ങൾ കുറെ ആളുള്ളതുകൊണ്ട് ഒരു ജാഥാന്ന് വിചാരിച്ചോളി. ഏത് ജാഥ? കത്തുപാട്ടിന്റെ ജാഥ. ജാഥ വന്നെത്തിയത് പുഴയുടെ വക്കത്ത്. പുഴ കണ്ടപ്പോ എല്ലാരും വന്ന കാര്യം മറന്നുപോയിട്ടോ. നല്ല ഭംഗിയുള്ള പുഴയും പരിസരവും ഒക്കെയാണ് കേട്ടോ. ആദ്യം പാട്ട്, പിന്നെ ചാട്ടം. അതായിരുന്നു ഞങ്ങളെ ഉദ്ദേശം. ഓരോരുത്തർക്കും ഓരോ ജോലി കൊടുത്ത്, ഫ്രൂട്ട്സ് കട്ട് ചെയ്യലും ഫ്രൂട്ട്സ് കഴുകലും കുട്ടികളെ നോക്കലും ഒക്കെ. വാഴൻ്റെ ഇലനെ കുളിപ്പിച്ചാൽ പുഴക്കിട്ടപ്പോൾ ഉള്ള അവസ്ഥയായിരുന്നു കേട്ടോ അത്. ആകെ ഒരു വാഴൻ്റെ ഇല ഉള്ളതിന്, അതിനോട് ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തു. ഞങ്ങളെ കൂടെ പോയാൽ ആദ്യത്തെ ഞങ്ങളെ കൂടെ ഉണ്ടാവും കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഫ്രൂട്ട്സ് കട്ട് ചെയ്യലൊക്കെ ആയി വെള്ളത്തിലിട്ട്. കലക്ക് വെള്ളമാണ് എന്നൊന്നും വിചാരിക്കേണ്ട. ഞങ്ങളൊരു ഷോന് വേണ്ടി ചെറുതായിട്ട് ചെയ്തതാട്ടോ. ഞങ്ങൾ പിന്നെ തെളിഞ്ഞ വെള്ളത്തിൽ തന്നെ വൃത്തിക്ക് കഴുകിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഫ്രൂട്ട്സുകളൊക്കെ ഇലയൊക്കെ വിതറി ഇട്ടുട്ടോ. മസാല ഒഴിക്കാൻ നിൽക്കുമ്പോൾ ആ സത്യം ഞങ്ങൾ അറിഞ്ഞത്. ബാക്കി മസാല വീട്ടിൽ വെച്ച് ടേബിൾമേ വന്നു. ആ മസാലയാണ് ഞങ്ങളെ കാര്യപ്പെട്ട മസാല. അപ്പൊ കിട്ടിയ മസാലനോട് അഡ്ജസ്റ്റ് ചെയ്ത് എല്ലാവരും തിന്നാൻ തുടങ്ങിട്ടോ. ഇതിന്റെ ഷോർട്സ് വീഡിയോ എടുത്താണ് കത്തുപാട്ട് എന്നൊക്കെ പറഞ്ഞാണ്ട്. അപ്പൊ എല്ലാവരും ലൈക്ക് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണം കേട്ടോ ആ വീഡിയോന്. ഇതോടുകൂടി ഞങ്ങൾ കത്തുപാട്ടിന്റെ പൂജ അങ്ങോട്ട് തീർന്നിട്ടോ ഗൈസ്. പിന്നെ ഞങ്ങൾ പുഴയ്ക്ക് നീന്താൻ പോയി. ആർമാദിച്ച് നീന്താൻ പുഴ കാണിക്കാത്തത് കുറേ കുട്ടികളെല്ലാവരും അതിലുള്ളത് കൊണ്ടാട്ടോ. അങ്ങനെ പുഴയിൽനിന്ന് തൊട്ടോളിയായിട്ടും കല്ലിട്ടായിട്ടും ഒക്കെ കളിച്ചിട്ടോ. അപ്പൊ രാത്രി ആവാനായപ്പോൾ ഞങ്ങൾ പുഴന്ന് കേറിട്ടോ. അടുത്ത വെക്കേഷനിൽ വീണ്ടും വരണ്ട് പറഞ്ഞാണ്ട് ഞങ്ങൾ ടാറ്റ പറഞ്ഞു മടങ്ങിട്ടോ വീട്ടിലേക്ക്. അപ്പൊ ഇത്രയൊക്കെ ഉള്ളു വീഡിയോ. എല്ലാവരും സപ്പോർട്ടൊക്കെ ചെയ്യണേ. അപ്പോൾ ലൈക്ക് സബ്സ്ക്രൈബ് ഷെയർ കമന്റും ചെയ്യാൻ മറക്കല്ല മച്ചാനെ.